നമസ്കാരം. കേരളം ഭൂമിശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് വരുന്ന SCERT ചാപ്റ്റേഴ്സാണ് നമ്മളിന്ന് നോക്കുന്നത്. ആകെ 2 ചാപ്റ്റേഴ്സാണ് 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ളതിൽ വരുന്നത്. ഒന്ന് 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ കേരളക്കരയിൽ, അടുത്തത് 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ കേരളം മണ്ണും മഴയും മനുഷ്യനും എന്നീ 2 ചാപ്റ്റർ മാത്രമാണ് ഭൂമിശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നമുക്ക് വരുന്നത്. നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. കേരളക്കരയിൽ. പ്രകൃതി സൗന്ദര്യത്തിൽ അനുഗ്രഹീതമായ നാടാണ് കേരളം. കുന്നുകളും നദികളും കായലുകളും കടൽത്തീരവും വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും മിതമായ കാലാവസ്ഥയും കേരളത്തിന്റെ സവിശേഷതകളാണ്. പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ SK പൊറ്റക്കാട് കേരളത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ. കേരളമേ നിന്റെ യോമനപ്പേർ കേൾക്കി കോൾമയിർ കൊള്ളുന്നെന്നുള്ളമെന്നും നീരാളിപ്പച്ച വിരിച്ച വയലുകൾ നീളക്കിടക്കും ഉൾനാടുകളും വാരിളം പുല്ലണി കുന്നിൻ പുറങ്ങളും നേരറ്റ നീരലർ പൊയ്കകളും പൂത്തിരി കത്തിച്ച പാതിരാവും പിന്നെ പൂത്തിരുവാതിര പൂനിലാവും. നോക്കൂ, എന്ത് ഭംഗിയായിട്ടാണല്ലേ കേരളത്തെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കവിത ചോദിച്ചിട്ട് ഇത് ആരുടെ രചനയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി നമുക്ക് നോക്കാം. ഇത്രയും മനോഹരമായ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളം. ഇതാണ് കേരളത്തിൻ്റെ മാപ്പ്. ഇത് എല്ലാവർക്കും സുപരിചിതമായിരിക്കില്ലേ കേരളത്തിൻ്റെ മാപ്പ്. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ഏറ്റവും ചെറിയ ജില്ല ഏത്? കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെ? ഇതൊക്കെ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി നമുക്ക് ഭൂപ്രകൃതിയെക്കുറിച്ച് നോക്കാം. പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിനുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ 3ആയി തിരിക്കാം. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഭൂപ്രകൃതിയെ വിഭജിച്ചിരിക്കുന്നത്. ഇവിടെ മെറൂൺ കളറിൽ കാണുന്നത് മലനാടും ഗ്രീൻ കളറിൽ കാണുന്നത് ഇടനാടും യെല്ലോ കളറിൽ കാണുന്നത് തീരപ്രദേശവുമാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാപ്പിന്ന് അത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും കൊടുത്തിട്ടുണ്ട്. 75 മീറ്ററിലധികം ഉയരമുള്ളത് മലനാടും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലുള്ളത് ഇടനാടും 7.5 മീറ്ററിൽ താഴെയുള്ളത് തീരപ്രദേശവുമാണ്. നമുക്ക് മാപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭൂവിഭാഗം മലനാടാണെന്ന് മനസ്സിലാവും. പിന്നീടുള്ളത് ഇടനാടും പിന്നീട് ഏറ്റവും കുറവാണ് തീരപ്രദേശമുള്ളത്. അപ്പം നമുക്ക് ഓരോന്നിനെയും വിശദമായിട്ട് നോക്കാം. ആദ്യം മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭൂപ്രദേശമാണ് മലനാട്. അപ്പോൾ ഈ വേർഡ്സൊക്കെ ഓർത്ത് വയ്ക്കണം. ഇപ്പോൾ കൂടുതൽ പ്രസ്താവന ചോദ്യങ്ങളും അങ്ങനെ വേർഡ്സ് അങ്ങനെ SCERT എന്നാണ് വാചകങ്ങൾ എടുത്ത് എഴുതുന്നത്. അപ്പോൾ ഈ വാചകങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ ഇത് തന്നിട്ട് ഇത് ഏത് ഭൂവിഭാഗമാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം, കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ വേർഡ്സ് അങ്ങനെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ തന്നിട്ടും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കുകയായിരിക്കണം. ഇനി അടുത്തത് സഹ്യൻ്റെ മടിയിൽ. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. കടുവ, പുലി, വരയാട്, സിംഹവാലൻ, കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകൾ, നിരവധി ഇനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങി അപൂർവമായ ജീവികളും പശ്ചിമഘട്ടത്തിലുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് മലമുഴക്കി വേഴാമ്പലിൻ്റെ ചിത്രവും വരയാടിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. മലമുഴക്കി വേഴാമ്പൽ നമ്മുടെ സംസ്ഥാന പക്ഷിയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഈട്ടി, അകിൽ, ചന്ദനം, രക്തചന്ദ്രം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. ഈ പ്രദേശത്തിന് സഹ്യപർവ്വതനിര എന്നും പേരുണ്ട്. അപ്പോൾ സഹ്യപർവ്വതനിര എന്നും അറിയപ്പെടുന്ന പ്രദേശമാണ് പശ്ചിമഘട്ട മേഖല. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വരാം. സഹ്യപർവ്വതനിര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് എന്ന് ചോദിക്കാം. അത് പശ്ചിമഘട്ട മേഖലയാണ്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിശബ്ദതയുടെ താഴ്വരയിൽ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയും, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു
സൈലൻറ്റ് വാലി എന്ന പേര് വന്നത് ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് സൈലൻറ്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന പേര് വന്നു. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം. അപ്പോൾ സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് സൈലൻറ്റ് വാലി. അപ്പോൾ മലനാടിനെ പറ്റിയിട്ട് മനസ്സിലായല്ലോ. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. പിന്നെ ഈ മലനാട് പ്രദേശത്ത് നിന്നാണ് കൂടുതൽ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത്. പർവ്വതനിരകളോ കൊടുമുടികളൊക്കെ കാണപ്പെടുന്ന പ്രദേശമാണ്. പിന്നെ ഈ മേഖല സഹ്യപർവ്വത മേഖല, ഈ പശ്ചിമഘട്ട മേഖല സഹ്യപർവ്വത നിര എന്നും അറിയപ്പെടുന്നു. ഇനി അടുത്തത് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമെല്ലാം ചേർന്നതാണ് ഇടനാട് മേഖല. ഇടനാടിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതിരായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇടനാടിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതിരായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. കിഴക്ക് മലനാടും പടിഞ്ഞാറ് തീരപ്രദേശവുമാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നതാണ് ഇടനാട് മേഖല. ഇനി അടുത്തത് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണിത്. അപ്പോൾ തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ്. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് ഇത്. അടുത്തത് കാലാവസ്ഥ. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം കടലിൻ്റെ സാമീപ്യമാണ്. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം കടലിൻ്റെ സാമീപ്യമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് ജൂൺ മാസത്തിൽ തുടങ്ങുന്ന മഴയാണ്. അത് ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ കാണപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ജൂൺ മാസം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ പെയ്യുന്നത് എപ്പോഴാണ്, ഏത് മാസത്തിലാണ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസിൽ ജൂണ്, സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ജൂൺ മാസത്തിലുള്ള മൺസൂണിനാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത്. ഇത് ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് തുലാവർഷമാണ്. ഇത് ഇടിയോടുകൂടി വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന മഴയാണ് തുലാവർഷം. ഇത് നമ്മൾ തുലാവർഷം ഉണ്ടായിരുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെയുള്ള മാസങ്ങളിലാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഏതൊക്കെ മാസങ്ങളിലാണ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എന്നാണ്. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് തുലാവർഷം ഇവിടെ അനുഭവപ്പെടുന്നത്. ഡിസംബർ മാസത്തോടെ കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഫെബ്രുവരി മധ്യത്തോടെ വേനൽക്കാലം ആരംഭിക്കുകയായി. വേനൽക്കാലത്ത് എന്തൊക്കെ പ്രത്യേകതകളാണ് നാട്ടിലുള്ളത്? ഡിസംബർ മാസത്തോടെ കേരളത്തിൽ നേരിയ തണുപ്പ് തുടങ്ങി. അപ്പോൾ തണുപ്പ് കാലമാണ് ഡിസംബർ എന്ന് പൊതുവെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഡിസംബറിൽ തണുപ്പ് തുടങ്ങും. ഫെബ്രുവരി മധ്യത്തോടെ നമ്മൾ വേനൽക്കാലം ആരംഭിക്കുകയായി. അപ്പോൾ ചൂടുകാലമായിരിക്കും. അപ്പോൾ വേനൽക്കാലത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇവിടെ നദികളിൽ നീരൊഴുക്ക് കുറയുന്നു, മഴ തീരെ പെയ്യുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നദികളാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളാണ് കേരളത്തിലുള്ളത്. ഇവയിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ 44 നദികളാണ് കേരളത്തിലുള്ളത്. ഇതിൽ കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ബാക്കി 41 നദികളും പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ഇവിടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ജില്ലയിൽ കൂടി ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്? ഇവിടെ കേരളത്തിൽ നദികൾ ഉത്ഭവിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് എന്ന് നമ്മൾ ഇപ്പോൾ നേരത്തെ പഠിച്ചു. മലനാട്ടിൽ നിന്നാണ് കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നദികൾ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് കുടിവെള്ളത്തിന് ആശ്രയിക്കുന്നു നദികൾ. ഇത് നദികളുടെ ഇന്നത്തെ അവസ്ഥയാണ് കാണിക്കുന്നത്. ചപ്പുചവറുകൾ കൂടി കൂമ്പാരമായിരിക്കുകയാണ് പല നദികളും. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് കുറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ നദികൾ ഇന്ന് മലിനീകരണ ഭീഷണി നേരിടുകയാണ്. നിങ്ങളുടെ നാട്ടിലെ നദികൾ ഇത്തരം ഭീഷണികൾ നേരിടുന്നുണ്ടോ? അപ്പോൾ നദികളെക്കുറിച്ച് നമ്മൾ ഒരു വേറെ ക്ലാസ് ചെയ്യാം. നദികളും ഏതൊക്കെ ജില്ലകളിൽ കൂടിയാണ് ഒഴുകുന്നത് എന്നൊക്കെ. ഇവിടെ ഇപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ വേറെ ക്ലാസ് ചെയ്യുന്നതായിരിക്കും കേരളത്തിലെ നദികളെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട്.
ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പുനർജനി. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടുപോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരം പള്ളം പുഴ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരം പള്ളം പുഴ. വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് വഴിതെളിച്ചത്. മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാട് വെച്ച് പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്ത് കൂടി വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടു പോയൊരു പുഴയായിരുന്നു കൊടുങ്ങരപ്പള്ളം പുഴ. അട്ടപ്പാടിയിലുള്ളതാണ്. അത് ഇപ്പോൾ നമ്മൾ കാട് വെച്ച് പിടിപ്പിക്കുന്ന വാഴത്തുള്ളികളൊക്കെ മഴക്കുഴികൾ എന്നീ നാശത്തിന് കൊടുങ്ങരമ്പള്ളം പുഴ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമൂടിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന ഒരു പുഴയാണ് കൊടുങ്ങരമ്പള്ളം പുഴ. വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് വഴിതെളിച്ചത്. മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാട് വെച്ച് പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്ത് കൂടി വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൊടുങ്ങരമ്പള്ളം പുഴ വറ്റി വരണ്ടെങ്കിലും വീണ്ടും പുനർജനിച്ചു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വേണ്ടി കായലുകൾ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വേണ്ടി കായലുകൾ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകൾ. കായലുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഇടുന്നതായിരിക്കും. അടുത്തത് തടാകങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. നദികളും കായലുകളും തടാകങ്ങളും കേരളീയരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യമർഹിക്കുന്ന പല സ്ഥലങ്ങളും നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാടിൻ്റെ സംസ്കാരവുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഈ ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്ന് ചോദിക്കാം. തടാകങ്ങളാണ്. കരയിൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. നദികളും കായലുകളും തടാകങ്ങളും കേരളീയരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യമർഹിക്കുന്ന പല സ്ഥലങ്ങളും നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് കൃഷിയും ജനജീവിതവും. കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കുന്നു. തീരപ്രദേശങ്ങളിൽ തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ കായലുകൾ മത്സ്യകൃഷിക്ക് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഇടനാട്ടിലെത്തുമ്പോഴേക്കും വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നതായി കാണാം. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് എന്നിവ കൂടാതെ കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് തുടങ്ങിയ വിളകളും ഈ മേഖലയിലുണ്ട്. മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ തേയില, ഏലം, കുരുമുളക് എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമാണ്. അപ്പോൾ കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് എന്നാണ് പറയുന്നത്. കേരളത്തിലെ വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കുന്നു. പിന്നെ ഇവിടെ പറയുന്നത് ഓരോ ഭൂപ്രദേശങ്ങളിലും ഓരോ തരം കൃഷിയാണ് ചെയ്യുന്നത്. തീരപ്രദേശങ്ങളിൽ പ്രധാനമായും ചെയ്യുന്ന കൃഷികളാണ് തെങ്ങ്, നെല്ല് എന്നിവ. ഇത് കൂടാതെ കായലുകൾ മത്സ്യകൃഷിക്ക് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ ഇടനാട്ടിൽ ചെയ്യുന്ന പ്രധാന കൃഷികളാണ് നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് എന്നിവ കൂടാതെ കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് തുടങ്ങിയവ. പിന്നെ മലനാട് പറയുമ്പോഴേക്കും തണുപ്പുള്ള കാലാവസ്ഥയാണ്. അവിടെ ചെയ്യുന്നത് തേയില, ഏലം, കുരുമുളക് എന്നീ വിളകളാണ്. അപ്പോൾ ഈ വിളകളൊക്കെ ഓർത്ത് വയ്ക്കുക. ഈ വിളകൾ ഏത് ഭൂപ്രദേശത്താണ് കൃഷി ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ തീരപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത് തെങ്ങ്, നെല്ല് എന്നിവയാണ്. ഇടനാട്ടിലെത്തുമ്പോഴേക്കും തെങ്ങും നെല്ലും ഉണ്ട്. കൂടാതെ വാഴ, ചേന, ചേമ്പ്, കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് എന്നിവ. മലനാട്ടിൽ കൃഷി ചെയ്യുന്നത് തേയില, ഏലം, കുരുമുളക് എന്നിവയാണ്. അപ്പോൾ ഇത് ആലോചിച്ച് വയ്ക്കുക. ഓരോ സ്ഥലത്തും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വിഷുവിന് കാർഷിക ഫലങ്ങൾ കൊണ്ട് കണികയൊരുക്കുന്നതും 10-ാം ഉദയത്തിന് വിളയിറക്കുന്നതുമൊക്കെ കേരളീയ സംസ്കാരത്തിൽ കൃഷിയുടെ സ്ഥാനം വ്യക്തമാക്കുന്നു. അത്തച്ചമയാണെന്ന് തോന്നുന്നു ചിത്രം കണ്ടിട്ട്. അത്തച്ചമയ ഘോഷയാത്രയാണെന്ന് തോന്നുന്നു. ഇനി അടുത്തത് വിട പറയുന്ന വിളവൈവിധ്യം.
മലയാളികൾ ഇന്ന് വ്യാവസായിക പ്രാധാന്യമുള്ള റബ്ബർ തുടങ്ങിയ വിളകൾ പരമ്പരാഗത വിളകൾക്ക് പകരമായി കൃഷി ചെയ്യുകയാണ്. ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതോടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ തേടി പോകുന്നവരുടെ എണ്ണം കൂടുന്നു. ഇത് യുവാക്കളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. കൂടാതെ പരമ്പരാഗത വിളകൾ കൃഷി ചെയ്യുന്നതിനുള്ള താല്പര്യക്കുറവും ഇന്ന് കേരളത്തിലെ ഒരു പ്രശ്നമായി മാറിയിട്ടുമുണ്ട്. ഇന്ന് പൊതുവെ മലയാളികളിൽ കൃഷിയിലുള്ള താല്പര്യം കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ എൻ്റെ കൃഷിത്തോട്ടം അതൊന്നും വേണ്ട, അതൊക്കെ കുട്ടികൾക്ക് വേണ്ടി പറയുന്നതാണ്. ഇനി അടുത്തത് ഗതാഗതം. കേരളത്തിൽ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കായലുകൾ, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് ജലഗതാഗത മാർഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം മുതൽ ഹൊസ്ദുർഗ് വരെ നീളുന്ന ജലപാത നമുക്കുണ്ട്. മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ തുടങ്ങിയവയ്ക്ക് പ്രയോജനപ്പെടുന്ന തുറമുഖങ്ങളും വികസിച്ചിട്ടുണ്ട്. കായലുകൾക്ക് കുറുകെ പാലങ്ങൾ വന്നതോടെ തീരപ്രദേശത്തു കൂടി റെയിൽപാതകളും ദേശീയപാതകളും കേരളത്തിലുണ്ടായി. ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ വഴി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഈ പാതകൾ നീളുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും വിമാന സർവീസുകൾ ഉണ്ട്. കേരളത്തിൻ്റെ ഗതാഗത ഭൂപടമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. റെയിൽവേ, സംസ്ഥാന പാത, ദേശീയപാത, ജില്ലാ അതിരുകൾ, സംസ്ഥാന അതിരുകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ എന്താ ഗതാഗതത്തെക്കുറിച്ച് പറയുന്നത്? കേരളത്തിൽ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗങ്ങളാണ് ഉള്ളത്. കായലുകൾ, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്തെ ജലഗതാഗത മാർഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം മുതൽ ഹൊസ്ദുർഗ് വരെ നീളുന്ന ജലപാത നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ തുടങ്ങിയവയ്ക്ക് പ്രയോജനപ്പെടുന്ന തുറമുഖങ്ങളും വികസിച്ചിട്ടുണ്ട്. കായലുകൾക്ക് കുറുകെ പാലങ്ങൾ വന്നതോടെ തീരപ്രദേശത്ത് കൂടി റെയിൽപാതകളും ദേശീയപാതകളും കേരളത്തിലുണ്ടായി. ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ വഴി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഈ പാതകൾ നീളുന്നുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, ഇപ്പോൾ കണ്ണൂരും കൂടിയുണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും വിമാന സർവീസുകളും ഉണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഹരിതാപമായ പർവ്വതങ്ങളും മലകളും നിറഞ്ഞ ഭൂപ്രകൃതി, ധാരാളമായി ലഭിക്കുന്ന മഴ, അനേകം നദികൾ, സുഖകരമായ കാലാവസ്ഥ, ഉയർന്ന സാക്ഷരതയും സംസ്കാരവുമുള്ള ജനത, ഇത്രയേറെ സമ്പന്നമായ നമ്മുടെ കേരളത്തിൻ്റെ വൈവിധ്യവും വിഭവസമ്പത്തും വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഒരു സംഗ്രഹം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ ഇടവിട്ട് അനുഭവപ്പെടുന്ന മഴക്കാലവും വേനൽക്കാലവും വ്യത്യസ്ത കാർഷിക വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമാണ് കേരളത്തിനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പറയുന്നത്. ഇനി നമുക്ക് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ നോക്കാം. 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലെ 3ാമത്തെ ചാപ്റ്ററാണ് കേരളം, മണ്ണും മഴയും മനുഷ്യനും. അപ്പോൾ നമുക്ക് നോക്കാം. വഴി ഒതുങ്ങി നിൽക്കണം. ലോറികളിൽ നിന്ന് ചുമടുമായി നീങ്ങുന്ന തൊഴിലാളികൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അച്ഛനോടൊപ്പം പട്ടണത്തിലെത്തിയ ഞാൻ ആദ്യമായാണ് ഇത്രയും വലിയ പച്ചക്കറി കമ്പോളം കാണുന്നത്. എത്ര വലുതാണ് ഈ കമ്പോളം! മത്തനും വെള്ളരിയും മലപ്പൊലി കൂമ്പാരം കൂട്ടിയിരിക്കുന്നു. പടവലങ്ങ, ക്യാരറ്റ്, കാബേജ്, വാഴക്കുല, വെണ്ടയ്ക്ക, പാവയ്ക്ക, എത്രയെത്ര തരം പച്ചക്കറികളാണ് ഇവിടെ. അവധി കഴിഞ്ഞുള്ള ദിനമായിരുന്നതിനാൽ നല്ല തിരക്കായിരുന്നു. എവിടെ നിന്നാണ് ഈ പച്ചക്കറികളൊക്കെ എത്തുന്നത്? മൈസൂരു, ഊട്ടി, മേട്ടുപാളയം, കമ്പം, തേനി, ഒടയൻചത്രം, നാഗർകോവിൽ എന്നിങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേരുകൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. നമ്മുടെ പ്രധാന ഭക്ഷണമായ അരിയുടെ നല്ലൊരു പങ്കും എത്തുന്നത് ഇനിയുമേറെ അകലെ സീമാന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമൊക്കെയാണത്രേ. മുളക്, മല്ലി, പയർ, കടല കേരളത്തിന് പുറത്തുനിന്നും എത്തുന്ന സാധനങ്ങളാണ് ഒട്ടുമിക്കതും എന്നെനിക്ക് ബോധ്യമായി. ഇനി പൂക്കളോ? മുല്ലപ്പൂ, ചെത്തി, ജമന്തി, താമര എന്നിങ്ങനെ കേരളത്തിൽ വിറ്റൊഴിക്കപ്പെടുന്ന പൂക്കൾ എത്തുന്നതും അതിർത്തിക്കപ്പുറത്തു നിന്ന് തന്നെ. നമുക്ക് വേണ്ട പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, പൂക്കൾ തുടങ്ങിയവയിൽ ഭൂരിഭാഗവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒരു കാലത്ത് പട്ടണങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ പുറത്തുനിന്നും പച്ചക്കറികളും പൂക്കളും ഒക്കെ എത്തിയിരുന്നത്. ഇന്ന് നമ്മുടെ പാട്ടിൻപുറങ്ങളിലും ഇതുതന്നെ സ്ഥിതി. പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തുകൂടെ? ഇതിന് എന്തൊക്കെയാണ് അടിസ്ഥാന ഘടകങ്ങളായി വേണ്ടത്? കൃഷിക്ക് അടിസ്ഥാന ഘടകങ്ങളായി വേണ്ടത് വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യാധ്വാനം എന്നിവയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇന്ന് നമ്മൾ ഏത് സാധനത്തിനായാലും മറ്റ് സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. അയൽനാടുമായൊരു താരതമ്യം. കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പലവ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ തമിഴ്നാടാണ് മുന്നിൽ. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കാർഷിക സാഹചര്യങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്താലോ? നേരത്തെ നാം കണ്ടെത്തിയ അടിസ്ഥാന ഘടകങ്ങൾ മുൻനിർത്തിയാകാം താരതമ്യം. പ്രധാന മണ്ണിനങ്ങളും ജലലഭ്യത. കേരളം, തമിഴ്നാട്. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളാണ് എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ് എന്നിവ.
തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങൾ ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ് എന്നിവയാണ്. അതുപോലെ ജലലഭ്യത കേരളത്തിലെ വാർഷിക മഴ 300 സെൻറ്റിമീറ്ററാണ്. മഴ 44 നദികളുണ്ട്. മഴ ലഭിക്കുന്നതിനാൽ പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകതയില്ല. വാർഷിക മഴ തമിഴ്നാട്ടിലെ 95.9 സെൻറ്റിമീറ്റർ മാത്രമാണ് ലഭിക്കുന്നത്. 14 നദികൾ മാത്രമാണ് തമിഴ്നാട്ടിലുള്ളത്. മഴ കുറവായതിനാൽ ജലസേചന സൗകര്യം വ്യാപകമായി ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത്. എന്നാൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണ് കേരളത്തിലാണുള്ളത്. മഴയുടെ ലഭ്യതയിലാകട്ടെ കേരളം തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ്. അപ്പോൾ കേരളം കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ പ്രദേശമാണെന്ന് ബോധ്യമായി. കൃഷിക്ക് അനുകൂലമായി ഈ സാഹചര്യങ്ങളെ കേരളം ഒരു കാലത്ത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിരുന്നു. തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകളെ കൂടാതെ കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധവിളകളും വളർത്തുന്നതിന് അനുകൂല സാഹചര്യങ്ങളിലുള്ള നാടാണ് കേരളം. കേരളത്തിൻ്റെ ഈ കാർഷിക വൈവിധ്യവും അതിനു കാരണമായ ഭൂപ്രകൃതി സവിശേഷതകളും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കേരളം ഇന്ന് കൃഷി ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ യുവത കൃഷിയിൽ നിന്നും വ്യതിചലിച്ച് മറ്റ് ജോലിക്ക് പുറകെ പോവുകയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യവും കൃഷിയും. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാമെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഈ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഓരോന്നിലും കൃഷി ചെയ്യുന്ന വിളകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് നമ്മുടെ ഭൂപ്രകൃതി. അപ്പോൾ ഇതാണ് ഭൂപ്രകൃതി. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു. ഇനി മലനാടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. മലനാട് കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണിവിടെ. ഇവിടെ കൃഷി ചെയ്യുന്ന ഏലം, തേയില എന്നീ വിളകളാണ് ചിത്രത്തിൽ. ഈ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നു. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ വേണം. ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. അപ്പോൾ ഏലം, തേയില എന്നീ വിളകളുടെ കൃഷിക്ക് അനുയോജ്യമായത് 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ് എന്നിവയാണ്. മലനാട് ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിളകൾക്കും തേയില, കാപ്പി തുടങ്ങിയവയ്ക്കും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഈ മലനാട്ടിലുള്ളത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നും ലഭിച്ച സുഗന്ധവിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയതെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ ഈ മേഖലയിലെ കാർഷിക ഉൽപ്പാദനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മലനാട് പ്രദേശം ഏതൊക്കെ വിളകളുടെ കൃഷിക്കാണ് അനുയോജ്യമായത് എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അപ്പോൾ നമ്മുടെ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിള, ഒപ്പം തേയില, കാപ്പി എന്നിവയും ഈ മലനാട് പ്രദേശത്താണ് കൃഷി ചെയ്യുന്നത്. അവിടുത്തെ താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയും ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളും നീർവാർച്ചയുള്ള മണ്ണുമാണ് ഈ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. അടുത്തത് ഇടനാട്. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ജോൺ ജോസഫ് മർഫി. അയർലൻഡ് സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി 1902 റബ്ബർ കൃഷി തുടങ്ങി. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ അദ്ദേഹം പണിതു നൽകി. അപ്പോൾ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ ജോസഫ് മർഫി. അദ്ദേഹമാണ് കേരളത്തിലെ റബ്ബർ കൃഷി വ്യാപിപ്പിച്ചത്. അടുത്തത് ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണിത്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ ഭാഗമാണ്. മറ്റേതൊക്കെ വിളകളാണ് ഇടനാട്ടിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത്? അപ്പോൾ ചിത്രത്തിൽ നോക്കാം. റബ്ബർ, കാപ്പി, കുരുമുളക് എന്നിവയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് കാണാം. ധാരാളമായി ലഭിക്കുന്ന മഴ ഈ മേഖലയിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങി അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമാണ് ഇവിടെ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെ മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. ഇടനാടിന്റെ ഈ വിളവൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ്. ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു. ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെക്കാലം വിളവ് ലഭിക്കുമെന്നത് റബ്ബറിന്റെ മേന്മയാണ്.
അപ്പോൾ ധാരാളമായി ലഭിക്കുന്ന മഴ ഈ മേഖലയിലെ ചെറു കുന്നിൻ പ്രദേശങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങിയ അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിള വൈവിധ്യത്തിന് കാരണം. ഇടനാട്ടിലെ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് റബ്ബർ, മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയവ. ഇനി അടുത്തത് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുകൂലമാണ്. തീരപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല്, തെങ്ങ് എന്നിവ. ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശ മേഖലകൾ കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായി മാറാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. വിത്ത്, വളം തുടങ്ങിയവയിലെ വിലവർദ്ധനവ് കൃഷി ആദായകരമല്ലാതാക്കി. ഇതുമൂലം കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി. അടുത്തത് കൃഷിയെ നെഞ്ചേറ്റിയ നാട്. കേരളം ഒരു കാർഷിക സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവായി അനേകം ആഘോഷങ്ങളും ആചാരങ്ങളും നമ്മുടെ നാട്ടിലുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ചില പഴഞ്ചൊല്ലുകൾ ശ്രദ്ധിക്കും. കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, തിരുമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. ഇതെല്ലാം കൃഷിയും കാലാവസ്ഥയും നമ്മുടെ സംസ്കാരത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിനുള്ള തെളിവുകളാണ്. മാറുന്ന ഭൂവിനിയോഗം, മാറുന്ന ജീവിതക്രമം. കേരളത്തിലെ ചില പ്രധാന വിളകളുടെ ഭൂവിസ്തൃതിയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഉണ്ടായിട്ടുള്ള വ്യത്യാസമാണ് ചുവടെ ചേർക്കുന്ന പട്ടികയിൽ. വിള. നെല്ല് 1961 7.5 ലക്ഷം ഹെക്ടറിൽ കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് അത് 1987 ആയപ്പോഴേക്കും 6.04 ഹെക്ടറായി കുറഞ്ഞു. പിന്നീട് 2011 2.08 ലക്ഷം ഹെക്ടറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മരച്ചീനി 1961 2.37 ലക്ഷം ഹെക്ടർ കൃഷി ചെയ്തിരുന്നത് 1987 ആകുമ്പോഴേക്കും 1.72 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു. 2011 അത് 0.75 ലക്ഷം ഹെക്ടറായിട്ടുണ്ട്. തെങ്ങ് 1961 5.05 ലക്ഷം ഹെക്ടർ കൃഷി ചെയ്തിരുന്നത് 1987 ആയപ്പോഴേക്കും 7.75 ലക്ഷം ഹെക്ടറായി ഉയർന്നിട്ടുണ്ട്. 2011 അത് 8.21 ലക്ഷം ഹെക്ടറായിട്ട് ഉയർന്നു. റബ്ബർ 1961 1.33 ലക്ഷം ഹെക്ടറിൽ കൃഷി ചെയ്തിരുന്നത് 1987 ആയപ്പോഴേക്കും 3.59 ലക്ഷം ഹെക്ടറായി കൂടിയിട്ടുണ്ട്. 2011 അത് 5.40 ലക്ഷം ഹെക്ടറായിട്ട് ഉയർന്നു. അപ്പോൾ ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയിലാണ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നെല്ല്, മരച്ചീനി എന്നീ വിളകളുടെ ഭൂവിസ്തൃതിയിലാണ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏത് വിളയുടെ ഭൂവിസ്തൃതിയാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്? മരച്ചീനിയുടേതാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയാണ് കൂടിയിട്ടുള്ളത്? തെങ്ങ്, റബ്ബർ എന്നിവയുടെ ഭൂവിസ്തൃതി നല്ലപോലെ കൂടിയിട്ടുണ്ട്. മുകളിൽ നൽകിയ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടിക വിശകലനം ചെയ്യുമ്പോൾ നെല്ല്, മരച്ചീനി എന്നീ വിളകളുടെ കൃഷിയിൽ കുറവ് വരുമ്പോൾ റബ്ബർ കൃഷി വ്യാപിക്കുന്നതായി കാണാം. സംസ്ഥാനത്തിന്റെ പൊതുഭൂവിനിയോഗത്തിലും ഇക്കാലയളവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുളങ്ങളും വയലുകളും മണ്ണിട്ട് നികത്തി മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതും കുന്നിടിക്കലും കുന്നിൻ ചെരുവുകളിൽ അശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതുമൊക്കെ ഇന്ന് കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു. മാറുന്ന ജീവിതക്രമം. പാടത്തും പറമ്പിലുമൊക്കെ അധ്വാനിച്ചിരുന്നവരായിരുന്നു നമ്മുടെ പഴയ തലമുറ. നൂതന തൊഴിൽ മേഖലകൾ വന്നതോടെ പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു. കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലകളിൽ നിന്ന് ലഭിക്കുമെന്നതിനാൽ കൃഷി മെല്ലെ ഉപേക്ഷിക്കപ്പെട്ടു. പൊതുവെ കായികോദ്യാനം കൂടുതൽ വേണ്ട കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് മലയാളി പതുക്കെ പിന്മാറാൻ തുടങ്ങി. ഇത് ജീവിത രീതിയിലും ആരോഗ്യ സുരക്ഷയിലും അനവധി മാറ്റങ്ങൾക്കിടയാക്കി. ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ് പുതുതലമുറ രോഗങ്ങളായ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവയ്ക്ക് മുഖ്യ കാരണമത്രേ. ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് ഇവയ്ക്ക് പൊതുവെയുള്ള പേര്. അപ്പോൾ ഈ കൃഷി മാറുന്ന ജീവിതക്രമം, പാടത്തും പറമ്പിലുമൊക്കെ അധ്വാനിച്ചിരുന്ന നമ്മുടെ പഴയ തലമുറ ഇന്ന് പലരും അധ്വാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. പുതുതലമുറ രോഗങ്ങളായ രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവയ്ക്ക് മുഖ്യ കാരണങ്ങളും ഈ അധ്വാനത്തിലുള്ള കുറവാണെന്നാണ് പറയുന്നത്. ഗ്രാമീണ ജീവിതത്തിൽ നിന്നും നഗര കേന്ദ്രീകൃതമായ ജീവിത രീതിയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ഗ്രാമങ്ങളിൽ പോലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കാനും പച്ചക്കറിത്തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കാനുമുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. മാലിന്യം ദുർഗന്ധം വമിക്കാതെ സംസ്കരിക്കാൻ ഇന്ന് നിരവധി മാർഗങ്ങൾ പ്രചാരത്തിലുണ്ട്. വീട്ടിലെ മാലിന്യങ്ങളിൽ അഴുകിപ്പൊടിയുന്നവ ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം. ഈ വിദ്യ അടുത്തുള്ള കൃഷിഭവനിൽ അന്വേഷിച്ചറിയും. ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കുകയാണ് മറ്റൊന്ന്.
ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ട്. നമുക്ക് തേടാം ബദലുകൾ. കേരളം ഇന്ന് ഭൂമിശാസ്ത്ര സവിശേഷതകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം കാർഷിക സംസ്കാരത്തെ വിട്ടകന്നതായി നമ്മൾ കണ്ടു. പൂർണ്ണമായും ഒരു തിരിച്ചുപോക്ക് ഇനി സാധ്യമാണോ? അതിനു കഴിയില്ലെങ്കിലും ചില ബദലുകൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ കുറച്ച് പേപ്പർ കട്ടിങ്സ് ആണ്. പെയിന്റ് ടിന്നിൽ ബാലുവിൻ്റെ കുട്ടി കൃഷി, കൊച്ചു സിയയ്ക്ക് മാതൃക അമ്മ, അമിതിൻ്റെ അടുക്കളത്തോട്ടം. അങ്ങനെ ബദലുകൾ, സാധ്യതകൾ. കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷേ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിൽ ഒന്നാണിത്. ഹൈഡ്രോപോണിക്സ് അതിനൊരു പരിഹാരമാണ്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതുലവണങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ച് നൽകുകയാണ് ഇവിടെ. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ സഹായകമാണ്. വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തിനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷിരീതി നടപ്പാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലുമൊക്കെ മുകളിലേക്ക് പടരുന്നതിനേക്കാൾ സ്ഥലക്കുറവ് പ്രശ്നമാകില്ല. ഫയലിൽ നിന്ന് വയലിലേക്ക്. അങ്ങനെ കുറേ കൃഷി ചെയ്തുണ്ടാക്കി കുറേ ഫോട്ടോസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഓർത്ത് വയ്ക്കുക, ഹൈഡ്രോപോണിക്സ് എന്ന കൃഷി രീതി ജലം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ്. മണ്ണില്ലാതെ ധാതുലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അങ്ങനെ ഈ മാതൃകകളിൽ ചിലതെല്ലാം അനുകരണീയമാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട കൃഷിയെ പൂർണ്ണമായി തിരിച്ചുപിടിക്കാനാവില്ലെങ്കിലും മണ്ണിനെ നിലനിർത്താനാവും. മണ്ണിൻ്റെ നീർവാർച്ചയും പ്രകൃതിയുടെ കുളിർമയും തിരിച്ചുപിടിക്കാനായാൽ തന്നെ അത് വലിയൊരു നേട്ടമാണ്. സർക്കാരിൻ്റെ പ്രോത്സാഹനം. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും സർക്കാർ തലത്തിലുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അത്തരത്തിലുള്ള ഒരു സംരംഭമാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂണിനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ മിഷന്റെ ലക്ഷ്യമാണ്. കൃഷി വകുപ്പും കുടുംബശ്രീ മിഷനും മറ്റ് നിരവധി ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. ചില നൂതന കൃഷി രീതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹരിതഗൃഹ കൃഷി. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി. കൃത്യതാ കൃഷി, പ്രിസിഷൻ ഫാമിംഗ്. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം, അതായത് വെള്ളം, വളം എന്നിവ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണിത്. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണിക രൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കുവാൻ കഴിയും. അവ നൂതന കൃഷി രീതികളാണ് ഹരിതഗൃഹ കൃഷി, കൃത്യത കൃഷി, ഫെർട്ടിഗേഷൻ എന്നിവ. അടുത്തത് ചിങ്ങം 1 കർഷക ദിനമാണ്. ഈ വർഷത്തെ കർഷക ദിനം നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? കർഷക ദിനം ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നത്. അത് ഓർത്ത് വയ്ക്കാം. ഹരിത കേരളം. കേരളത്തിന്റെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയുമെല്ലാം കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവിതശൈലിയിലേക്ക് കേരളീയർ മാറേണ്ടതുണ്ട്. ഓരോ കുടുംബവും അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വീട്ടുപറമ്പിൽ കൃഷി ചെയ്യുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നു. നാട്ടിലെങ്ങും വിഷമില്ലാത്ത പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും വിളയുന്നു. പാടത്തും പറമ്പിലും അധ്വാനിക്കുന്നത് കൊണ്ട് ജീവിതശൈലി രോഗങ്ങളുമില്ല. ഇങ്ങനെയൊരു നാളെയാണ് നമുക്ക് വേണ്ടത്. നാം എല്ലാവരും ഒരുപോലെ ഉത്സാഹിച്ചാൽ ഇതൊക്കെ നിഷ്പ്രയാസം സാധിക്കാവുന്നതേയുള്ളൂ. ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ, മഴ, നദികൾ ഇവയൊക്കെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി നമ്മുടെ നാടിന്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാൻ നമുക്ക് കൈകോർക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പറയുന്നത്. ഈ ചാപ്റ്ററിന്റെ ഒരു സംഗ്രഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. കേരളത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യം കാർഷിക വൈവിധ്യത്തിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. കേരളത്തിന്റെ ഭൂവിനിയോഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കൃഷിയുടെ വ്യാപനത്തെ സ്വാധീനിക്കുന്നു. തികച്ചും പരിസ്ഥിതി സൗഹൃദപരമായ കൃഷിരീതിയാണ് ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിരീതി. കേരളത്തിന്റെ കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കുന്നതിനായുള്ള പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി സർക്കാർ പദ്ധതികൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 2 ചാപ്റ്റർ മാത്രമാണ് കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് SCERT വരുന്നത്. അടുത്തതൊക്കെ ഇനി നമുക്ക് കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ വേറെ ക്ലാസ് തരുന്നതായിരിക്കും. SCERT ഭാഗത്ത് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ PDF
അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ലാത്തവർക്ക് ഈ ചാപ്റ്ററിൻ്റെ PDF ഫോർമാറ്റ് ഞാൻ ടെലഗ്രാം ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ആവശ്യമുള്ളവരുടെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, താങ്ക് യു. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.